ഹേ സിനിമയിൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ അയാം ഗെയിമാണ്. സിനിമ അങ്ങനെ ഓണത്തിന് എത്തുകയാണ്. സിനിമയുടെ ഒരു ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഉണ്ട്. ഏകദേശം ഒരു 30 ദിവസത്തെ ഷൂട്ടിംഗ്, 30-ന് താഴെ ദിവസമാണ് സിനിമയ്ക്ക് ഷൂട്ടിംഗ് ഉള്ളത്. ഒരു ഫെബ്രുവരി ആവും നമ്മുടെ കേരളത്തിലെ പാക്കപ്പൊക്കെ ഷെഡ്യൂളാവും. അപ്പോൾ എന്തായാലും നമുക്ക് അയാം ഗെയിമിന് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന ചിത്രമാണല്ലോ ചത്ത പച്ച. നമ്മുടെ മമ്മൂക്ക അതിൽ വാൾട്ടർ എന്ന കഥാപാത്രം ചെയ്യുന്നുണ്ട്. നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നതാണ്. സിനിമയുടെ ബുക്കിംഗ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 4:30 ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ റിവ്യൂസ് എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ ഇന്നലെ ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാലേട്ടൻ ചത്ത പച്ച ഫസ്റ്റായിട്ട് ബുക്ക് ചെയ്തെന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടാണ് സിനിമ ചെയ്യുന്നതെന്നും അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ലാലേട്ടൻ്റെ ക്യാമിയോ ഉണ്ടാവുമോ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ക്യാമിയോ എന്തായാലും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. മേ ബി ഒരു വോയിസ് ഓവറിനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും ട്രെയിലറിലൊക്കെ ലാസ്റ്റ് കാണുന്ന വാൾട്ടർ എന്ന കഥാപാത്രം നമ്മുടെ മമ്മൂക്ക തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ അതിരടി എന്ന സിനിമയുടെ നമ്മുടെ ടോവിനോയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഫസ്റ്റ് ലുക്ക്. ശ്രീകുട്ടൻ എന്നാണ് നമ്മുടെ ടോവിനോയുടെ ക്യാരക്ടറിൻ്റെ പേര്. ഒരു സിംഗറായിട്ടാണ് സിനിമയിൽ എത്തുന്നത്. ഇന്ന് ജാനുവരി 20 ആണല്ലോ. നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇന്ന് ദിവസം രാവിലെ 11:11 വരുന്നതായിരിക്കും. ഈ കാണുന്ന ഒരു പോസ്റ്റർ പുറത്തുവിട്ടിട്ടാണ് അവരിത് അറിയിച്ചിരിക്കുന്നത്. നീമ്പോളിയുടെ സർവമായ എന്ന സിനിമ അങ്ങനെ 150 കോടിയിലേക്ക് അടുക്കുകയാണല്ലോ. സിനിമയുടെ OTTനെ പറ്റി ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഹ്യൂജ് എമൗണ്ടിനാണ് സിനിമയുടെ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വരുന്ന ഫെബ്രുവരി മാസം ഒരു മിഡാവും എത്തുന്നതായിരിക്കും. ലാലേട്ടൻ പോലീസ് വേഷത്തിൽ എത്തുകയും നമ്മുടെ തരുമൂർത്തി ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രമാണല്ലോ L366. സിനിമയുടെ ഷൂട്ടിംഗ് എന്തായാലും ജാനുവരി 23 തുടങ്ങും. അപ്പോൾ ഓൾറെഡി എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് ടോർപിഡോ എന്ന തരുമൂർത്തി ചിത്രം എന്തായാലും നീക്കി വയ്ക്കുന്നതായിരിക്കും. സിനിമയുടെ ഷൂട്ടിംഗ് എന്തായാലും 2027 മാറ്റുന്നതായിരിക്കും. വിജയ് സേതുപതിയുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് സിനിമയാണല്ലോ മഹാരാജ. സിനിമയുടെ ഒരു 2ാം ഭാഗം വരുന്നുണ്ട്. നമ്മുടെ ഡയറക്ടർ തന്നെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. സിനിമയുടെ സ്ക്രിപ്റ്റും റൈറ്റ്സ് വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് എന്തായാലും നമുക്ക് മഹാരാജ 2-ന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആകാംസ്ലോ ഒക്കത്തര എന്ന ദുൽഖർ ചിത്രം അങ്ങനെ ഈ വർഷം റിലീസ് ചെയ്യുകയാണല്ലോ. സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇന്നലെ ഒരു 11 മണി വന്നിട്ടുണ്ടായിരുന്നു. സിനിമയിലെ ഒരു നടി ഒരു പുതുമുഖമാണ്. ഒരു ഗ്ലിംസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം ലഭിച്ച സിനിമയാണല്ലോ സിറൈ. സിനിമ അങ്ങനെ OTTയിൽ എത്തുകയാണ്. ഈ വരുന്ന ജാനുവരി 23 നമ്മുടെ C5 റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.